ഇന്ത്യയിലെ മറ്റു പല ഭാഗങ്ങളിലും വേറെ രീതിയിൽ നടക്കുമ്പോൾ കേരളത്തിൽ എന്താണ് വ്യത്യസ്തത? ഇതാണല്ലോ സതീശൻ ചോദിച്ചിട്ടുള്ള ഒരു പ്രശ്നം. ഈ കേരളത്തിന്റെ ഈ പ്രത്യേകത, ട്രേഡ് യൂണിയൻ മൂവ്മെന്റിന്റെ പ്രത്യേകതകൾ മനസ്സിലാക്കാൻ കഴിയണം. INTUC വിഭാഗം ഈ സമരത്തിലുണ്ട്. യഥാർത്ഥത്തിൽ ഇന്ന് സതീശൻ ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം ഉന്നയിക്കുന്നതിനൊരു രാഷ്ട്രീയമുണ്ട്. ഇന്ന് ദേശീയ തലത്തിൽ ഈ സമരം നടക്കുമ്പോൾ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ സമരത്തിന് എല്ലാവിധ പിന്തുണയും നൽകിയിട്ടുണ്ട്. ഈ സമരത്തിന് പിന്തുണയ്ക്കുന്നതിൻ്റെ ഭാഗമാണ് കേരളത്തിലെ തൊഴിൽ വകുപ്പ് മന്ത്രി ഈ തൊഴിലാളികളുടെ പ്രകടനം നടക്കുന്ന കേന്ദ്രത്തിൽ വന്ന് തൊഴിലാളികളെ എല്ലാ ആശംസകളും വിജയാശംസകളും നേർന്നുകൊണ്ടുള്ള ഒരു നിലപാട് ഇവിടെ സ്വീകരിക്കേണ്ടായി. ഇത് മറ്റ് സംസ്ഥാനങ്ങളിൽ വ്യത്യസ്തമാണ് കേരളത്തിലുള്ള സ്ഥിതി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ നേരത്തെ തന്നെ 3 മേഖലാ ജാഥകൾ, വികസന മുന്നേറ്റത്തെ മുൻനിർത്തി 3 മേഖലാ ജാഥകൾ തീരുമാനിച്ചതാണ്. അതിനുശേഷമാണ് ഈ പണിമുടക്കിന്റെ തീയതി വരുന്നത്. ഇത് വന്ന സമയത്ത് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തീരുമാനിച്ചത് ഇന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ജാഥ മാറ്റിവെക്കാൻ തീരുമാനിച്ചു. അങ്ങനെ തീരുമാനിച്ചത് പണിമുടക്ക് അല്ലെങ്കിൽ തൊഴിൽ സമരരംഗത്തുള്ള തൊഴിലാളികൾക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്ന നിലപാടാണ്. സതീശന്റെ നേതൃത്വത്തിലുള്ള ജാഥ ഇന്ന് തുടരുകയാണ്. സതീശൻ ഇന്ന് മാത്രമല്ലല്ലോ ഈ പണിമുടക്ക് സമരങ്ങൾ നേരിടേണ്ടി വരുന്നത്. അപ്പോൾ അദ്ദേഹം ഇന്നൊരു ഒരു തെറ്റായ രാഷ്ട്രീയ നിലപാടെടുത്തു. അഖിലേന്ത്യാ തലത്തിൽ INTUC സമരത്തിനൊപ്പുണ്ട്. കേരളത്തിൽ ഈ സമരത്തിൽ സഹകരിക്കാൻ ഇവിടുത്തെ കോൺഗ്രസിന്റെ നേതൃത്വം INTUCക്ക് അനുവാദം കൊടുക്കുന്നില്ല. അത് കഴിഞ്ഞ സമരത്തിൽ അനുവാദം കൊടുത്തില്ല, ഈ സമരത്തിൽ അനുവാദമില്ല. യഥാർത്ഥത്തിൽ INTUCന്റെ നേതൃത്വമായിട്ട് സംസാരിക്കുമ്പോൾ സഹകരിക്കാൻ അവർ തയ്യാറാണ്. പക്ഷേ ഇവിടുത്തെ കോൺഗ്രസിന്റെ നേതൃത്വം അവരെ ഭീഷണിപ്പെടുത്തി ഇനി പണിമുടക്കിൽ പോയി കഴിഞ്ഞാൽ അവരുമായിട്ട് സഹകരിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ അല്ലെങ്കിൽ ഇവിടുത്തെ ലെഫ്റ്റ് ട്രേഡ് യൂണിയനുകളുമായിട്ട് സഹകരിക്കുകയാണെങ്കിൽ അവരെ നടപടിയെടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തി. അതുകൊണ്ട് ഇവിടെ ഐക്യം ഇല്ലാതായി.